നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 9 മണി വാർത്തയുടെ സമയമാണ്. നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ എന്തെന്ന് വേഗത്തിൽ നോക്കാം. മോൺതാർ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് കരയിലേക്ക്. വൈകിട്ടോടെ ആന്ധ്രയിൽ തീരം തൊടും. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര, ഒഡീഷ തീരങ്ങളിൽ മുന്നൊരുക്കങ്ങളും ജാഗ്രതയും. കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. PM ശ്രീ വിവാദങ്ങളെ തള്ളുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പാഠ്യപദ്ധതി മാറ്റേണ്ടി വരില്ല, പ്രചരിക്കുന്നത് തെറ്റായ കാര്യങ്ങൾ. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം ദേശാഭിമാനിയിലെ ലേഖനത്തിൽ. സങ്കുചിത താൽപര്യങ്ങൾക്ക് മുന്നിൽ വിദ്യാഭ്യാസ നയം അടിയറവ് വയ്ക്കില്ലെന്നും ലേഖനത്തിൽ മന്ത്രി. PM ശ്രീയിൽ CPI നിലപാടിൽ ഉറച്ചു തന്നെ. പാർട്ടി മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല. നവംബർ 4-ന് എക്സിക്യൂട്ടീവ് ചേരും. ഇടതു മുന്നണി ചേർന്ന സമവായം കണ്ടെത്താൻ ശ്രമം. പദ്ധതിയുടെ മെല്ലപ്പോക്കിലൂടെ CPI വിശ്വാസത്തിലെടുക്കാൻ CPM ശ്രമം. ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം ഡോക്ടറുടെ പിഴവ് മൂലം മുറിച്ചു മാറ്റിയെന്ന് പരാതി. ആരോപണം കൊച്ചി കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ ജോജോ ബി ജോസഫിനെതിരെ. ആരോപണം തള്ളി ഡോക്ടർ ജോജോ. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വീട്ടമ്മയുടെ കുടുംബം. ബീഹാറിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്ന്. തൊഴിലവസരങ്ങൾക്കും കുടിയേറ്റം തടയാനുള്ള നടപടികൾക്കും ഊന്നൽ നൽകുമെന്ന് സൂചന. പ്രചാരണത്തിന് രാഹുൽ ഗാന്ധി നാളെ ബീഹാറിൽ. തേജസ്വി യാദവിനൊപ്പം റാലിയിൽ പങ്കെടുക്കും. രാജ്യവ്യാപക സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഇന്ന് തുടക്കമാകും. 2ാം ഘട്ട SIR കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും. എതിർപ്പുമായി തമിഴ്നാടും പശ്ചിമ ബംഗാളും. നവംബർ 2-ന് തമിഴ്നാട്ടിൽ സർവകക്ഷി യോഗം. കേന്ദ്രത്തിന്റെ ലക്ഷ്യം ബംഗാളെന്ന് തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയൻ. കേരളത്തിലും SIR നടപടികൾക്കും തുടക്കം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ യോഗവും ചേരും. നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം. കോടികളുടെ ഇൻഷുറൻസ് തട്ടിപ്പിന്റെ വഴികൾ തേടി ന്യൂസ് 18 അന്വേഷണം തുടരുന്നു. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മറയാക്കി മാഫിയ. തിരുവനന്തപുരം കാലടി സ്വദേശി ഗീത 2 കേസുകളിൽ പ്രതിയായത് വാഹനം വിറ്റ് മാസങ്ങൾക്ക് ശേഷം. തട്ടിപ്പിന് പിന്നിൽ വാഹനം വാങ്ങിയ കേശവദാസപുരം സ്വദേശി വിദ്യാധരൻ. പുനഃസംഘടന കീറാമുട്ടിയായി തുടരുന്നതിനിടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ദേശീയ നേതൃത്വത്തെ കാണും. കൂടിക്കാഴ്ച ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തർക്കപരിഹാരമുണ്ടാക്കൽ ലക്ഷ്യം. ഏഷ്യൻ സന്ദർശനം തുടരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ജപ്പാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും കാണുമെന്ന് ട്രംപ്. കൂടിക്കാഴ്ച ബുസാനിൽ അപെക് ഉച്ചകോടിക്കിടെ. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് കൊടിയിറക്കം. ഓവറോൾ കിരീടം നിലനിർത്തി തിരുവനന്തപുരം, 2ാമത് തൃശൂർ. സമാപന സമ്മേളനം വൈകിട്ട്. ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി. പാലക്കാട് ചിറ്റൂരിൽ 1260 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ കേസിൽ CPM പെരുമാട്ടി ലോക്കൽ സെക്രട്ടറി ഹരിദാസൻ പ്രതി. സ്പിരിറ്റ് പിടികൂടിയത് മീനാക്ഷിപുരം സ്വദേശി കണ്ണയ്യന്റെ വീട്ടിൽ നിന്ന്. ഹരിദാസനും ഉദയനും ചേർന്ന് സ്പിരിറ്റ് എത്തിച്ചതെന്ന് കണ്ണയ്യന്റെ മൊഴി. വിശദമായി നോക്കാം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺതാർ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. ഇന്ന് വൈകിട്ടോടെയായിരിക്കും കരതൊടുക. ആന്ധ്രാ തീരത്ത് കനത്ത ജാഗ്രത തുടരുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഇന്ന് വൈകിട്ടോടെയാണ് ഈ മോൺതാർ ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരത്ത് തൊടുക എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. സർവ്വസജ്ജമാണല്ലോ അല്ലേ രാജ്യത്തിന്റെ കിഴക്കൻ തീരം?
ഭവ്യ, ഇപ്പോൾ മൊന്ത ചുഴലിക്കാറ്റ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ആന്ധ്രാപ്രദേശിന്റെ തീരം തൊടുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ലൈവ് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ പ്രധാനപ്പെട്ട തീരപ്രദേശങ്ങളടക്കമുള്ള ഇടങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 50,000-ഓളം പേരെ അവിടുന്ന് ആ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ നേരിട്ട് വിളിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അതിശക്തമായ കാറ്റും മഴയും ചുഴലിക്കാറ്റും ഒക്കെ ആന്ധ്രാപ്രദേശിന്റെ തീരത്ത് ആഞ്ഞടിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുപോലെ ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിലും അതുപോലെ ഒഡീഷയിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. മാത്രമല്ല കേരളത്തിലും ഈ ഒരു മൊന്ത ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കനത്ത മഴ, ശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇടുക്കിയിലെ എല്ലാ റോഡുകളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം മലയോര ജില്ലയാണ്. മണ്ണിടിച്ചിലിനുള്ള കനത്ത സാധ്യതയുണ്ട്. അടിമാലി ഇടുക്കി പാതയിൽ ശക്തമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ആ പ്രദേശത്തൂടെയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി ഗ്യാപ്പ് റോഡിലുള്ള യാത്രയിലും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. കാരണം ശക്തമായ മണ്ണിടിച്ചിൽ ആ പ്രദേശത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇടിമിന്നലും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ എറണാകുളത്ത് ഒരു മെക്കാനിക്ക് ഇടിമിന്നലേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്കമാലിയിൽ. അപ്പോൾ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ആന്ധ്രാപ്രദേശിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രധാനപ്പെട്ട നിരവധി ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കാക്കിനട, കൊണസീമ, വെസ്റ്റ് ഗോദാവരി, കൃഷ്ണ, ബാപ്തല, പ്രകാശം തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലും ഒഡീഷയിലെ തെക്കൻ ജില്ലകളിലും മൊന്ത ചുഴലിക്കാറ്റിന്റെ തീവ്രത വർദ്ധിച്ച് അവിടെ ശക്തമായ മഴ വരും. കഴിഞ്ഞ മണിക്കൂറുകളിൽ 18 കിലോമീറ്ററായിട്ട് ഈ മൊന്ത ചുഴലിക്കാറ്റിന്റെ വേഗത കൂടിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ മൊന്ത ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിന്റെ തീരം തൊടുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട റെയിൽവേ സർവീസുകളെല്ലാം നിർത്തിവച്ചിരിക്കുന്നു. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ട്വീറ്റിൽ എക്സിൽ അവർ അതിൻ്റെ വിവരങ്ങൾ ഏതൊക്കെ ട്രെയിനാണ് നിർത്തിവച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ ആന്ധ്രാപ്രദേശുമായി ബന്ധപ്പെട്ട് ട്രെയിനിൽ സഞ്ചരിക്കുന്നവർ ഏതൊക്കെ ട്രെയിനാണ് ക്യാൻസലായെന്നുള്ളത് എക്സിൽ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാകും. നിരവധി ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ. അതുപോലെ മാത്രമല്ല ശ്രീകാകുളം, ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കാരണം അതിശക്തമായ കാറ്റിൽ തിരമാല ഉയർന്ന് 2 മുതൽ 4 മീറ്റർ വരെ തിരമാലയുടെ ഉയരം കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഭവ്യ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം ഡോക്ടറുടെ പിഴവ് മൂലം മുറിച്ചു മാറ്റിയെന്ന് പരാതി. കടവന്ത്ര ഇന്ദിരാഗാന്ധി കോർപ്പറേറ്റീവ് ആശുപത്രി സർജൻ ഡോക്ടർ ജോജോ വി ജോസഫിനെതിരെയാണ് പരാതി. തൃശൂർ വരന്തപ്പിള്ളി സ്വദേശി ഷീജ പ്രഭാകരൻ കടവന്ത്ര പോലീസിന് പരാതി നൽകി. തൃശൂർ ജീവ ലാബിലെ പരിശോധനയിൽ ഷീജയ്ക്ക് ക്യാൻസർ എന്ന് കണ്ടെത്തി. ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ശസ്ത്രക്രിയ ചെയ്തത് 2024 ഫെബ്രുവരി 17-നാണ്. ഷീജയുടെ വലതുമാറിടം നീക്കം ചെയ്തു. ലേക്ക് ഷോർ ആശുപത്രിയിലെ പരിശോധനാ ഫലം ഫെബ്രുവരി 13-ന് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ലഭിച്ചു. അതിൽ ക്യാൻസർ ഇല്ലെന്നാണ് സ്ഥിരീകരിച്ചത്. മുഖ്യമന്ത്രിക്കടക്കം വീട്ടമ്മ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. വേദന വന്നിട്ട് ഉടനരഞ്ഞു പോയി. അവിടെ പോളിട്ട് വന്നപ്പോൾ കണ്ടു. ആളൊരു തെരുവൊരു ഒപ്പത്തെ പോലെ ചെയ്തു. തെരുവൊരു ഒപ്പത്തെ പോലെ ചെയ്തു. അതിൻ്റെ അത് പരിശോധനൻ്റെ ആയിരുന്നു. അത് ജീവ ലാബിലായിരുന്നു. അവിടെ ആ റിപ്പോർട്ടിലാണ് ഇതിൻ്റെ ഡേറ്ററാന്ന് പറഞ്ഞ രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ റിപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ധാര കാണാൻ പോയി. കാണാൻ തന്ന് ധാര കണ്ടു. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു ആള് ഒരു മരുന്നും എനിക്ക് എഴുതി തന്നില്ല. ആള് പറഞ്ഞു ആ തേട് വാങ്ങി കൊണ്ടുവന്ന് രണ്ടാമത് നോക്കിയിട്ട് നമ്മുടെ ഓട്ടം എടുത്താൽ വന്നു. അത് കഴിഞ്ഞിട്ട് അവർ നോക്കി 13-ാം തീയതി ആ റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഓപ്പത്തിൻ്റെ ചെയ്തത് 17-ാം തീയതിയാണ് എന്നെ. അപ്പോൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടര രോഗം അതിലുണ്ടായിരുന്നില്ല.
അതേസമയം ഈ ആരോപണം തള്ളുകയാണ് ഡോക്ടർ ജോജോ വി ജോസഫ്. സ്വകാര്യ ലാബിലെ തെറ്റായ കണ്ടെത്തലിനെ പഴിച്ചാണ് ഡോക്ടറുടെ വിശദീകരണം. എന്റെ അടുത്ത് ഈ രോഗി എത്തുമ്പോൾ, അതായത് സർജിക്കൽ ട്രീറ്റ്മെന്റിലാണ് ഈ രോഗി എത്തുന്നത്. 12-ാം തീയതിയാണ് ഇവരെന്നെ കാണാൻ വരുന്നത്. അപ്പം എന്നെ ഒരു സർജൻ എന്ന നിലയിൽ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് സർജറി ചെയ്യണോ വേണ്ടയോ എന്നറിയണമെങ്കിൽ 2 കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടോ, അതിന്റെ റിപ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. അത് അവരെനിക്ക് തന്നു. അതാണ് ജീവ ലബോറട്ടറീസിന്റെ, ഞാൻ അതിന്റെ കോപ്പി എന്റെ ഞാൻ അയച്ചു തരാൻ ഈ ഫോണിൽ പറഞ്ഞത്. ആ റിപ്പോർട്ടാണ്. അതിൽ MD പതോളജിസ്റ്റ് NABL അക്രഡിറ്റഡ് ലാബിലെ സീനിയർ പതോളജിസ്റ്റിന്റെ റിപ്പോർട്ടുണ്ട്. ഇൻഫിൽട്രേറ്റിംഗ് ഡക്ട് കാർസിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ആദ്യത്തെ ഭാഗം തീർന്നു. ഇനി രണ്ടാമത് എനിക്ക് അറിയേണ്ടത് ഈ അസുഖം മറ്റു ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ, ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതുമില്ല. അതിനുശേഷമാണ് സർജറിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ആ സർജറിക്ക് 16-ാം തീയതി വരാനായിട്ട് ഞാൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അവർ വന്ന് അഡ്മിറ്റഡ് ആവുന്നു. ഇവര് സർജറി ചെയ്ത് തിരിച്ചു പോകുന്നു. ഇതാണ് സംഭവം. ഇതിനിടയിൽ ഇവര് പറയുന്ന ബാക്കി കാര്യങ്ങൾ ഇവര് വീണ്ടും പരിശോധനയ്ക്ക് കൊടുത്തു. അതല്ല എങ്കിൽ ഇവര് പറയട്ടെ, ഞാൻ ഇവര് കൊണ്ടുവന്ന സ്ലൈഡ് വീണ്ടും പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷം ഞാൻ ആ റിപ്പോർട്ട് കാണാതെ ഇവരെ സർജറി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് തെറ്റ്. അങ്ങനെ എന്തെങ്കിലും ഇവരുടെ എവിഡൻസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്ത റിക്വസ്റ്റ് പോലും വേണ്ട. ഇവര് കാണിക്കുന്ന റിപ്പോർട്ടിൽ ഏത് ഡോക്ടറെ കൊടുത്തെന്ന് എന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അതായത് നമ്മളൊരു പരിശോധനയ്ക്ക് ലാബിലേക്ക് ഏത് വേസ്റ്റാണെന്നുള്ളത് നമ്മുടെ റിക്വസ്റ്റ് അവർ വെച്ചില്ല എന്ന് വിചാരിച്ചു. ആ റിപ്പോർട്ടിന് മുകളിലുണ്ട്. അങ്ങനെ എന്തെങ്കിലും എന്റെ പേരുണ്ടോ? ഇതൊന്നും ഇല്ലാതെ ഇവര് ഒരു സുപ്രഭാതത്തിൽ വന്ന് എന്റെ മേലെ ആരോപണം ഉന്നയിക്കുന്നിടത്ത് യാതൊരു കാര്യമില്ല. കുടുംബം ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഡോക്ടറെ അടക്കം പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. അങ്ങനെ നല്ല ട്രീറ്റ്മെന്റ് ഇത് കളയണതാന്ന് പറഞ്ഞു. റിമൂവ് ചെയ്ത് മൊത്തമായിട്ട് കളയണതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു. പിന്നെ ഈ സ്ലൈഡ് കിട്ടിയതിന് ശേഷമാണ് അവര് ഫുള്ളായിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ, അല്ല അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഫുള്ളായിട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. എന്നിട്ട് ഞങ്ങള് അന്ന് ഹോസ്പിറ്റലിൽ പോയി 12-ാം തീയതി പോയിട്ട് 17-ാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 16-ാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് ഈ റിസൾട്ട് വന്നോന്നൊക്കെ ഹോസ്പിറ്റലുകാരോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് 13-ാം തീയതി റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ലക്ഷറിയത്തെ റിപ്പോർട്ട് 13-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണേക്കാളും കുറച്ച് 4 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഈ റിസൾട്ട്. അതിൽ നെഗറ്റീവായിരുന്നു. എന്നിട്ട് അത് അവർ നോക്കാണ്ട് ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് അത് വീണ്ടും ബയോപ്സിക്ക് അയച്ചു, പരിശോധിക്കാൻ അയച്ചു. അപ്പൊ അതിൽ റിസൾട്ട് ഒരു 18-ാം തീയതി ആയിട്ടാ വന്നത്. 18-ാം തീയതി അയച്ചു. മാർച്ച് 7-ാം തീയതി ആയിട്ടാ പിന്നെ വന്ന റിസൾട്ട്. അപ്പൊ അതില് നെഗറ്റീവായിരുന്നു റിസൾട്ട്. അപ്പൊ നെഗറ്റീവായപ്പോ ഞങ്ങള് ഗംഗാധര സാറിനെ കാണാൻ പോയി. കണ്ടു. അപ്പൊ ആൾക്ക് എന്തോ ഒരു ഇത് തോന്നിണ്ടായിരുന്നു. അപ്പൊ തന്നെ ആള് പറഞ്ഞു, ഞാനിതൊന്നും കൂടി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വേറെ മരുന്നും കാര്യങ്ങളൊന്നും കഴിക്കണ്ട, നിങ്ങൾ ഇത് കഴിച്ചാൽ മതി എന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വിറ്റാമിന്റെ കുറച്ച് ഗുളികളും മുറിവ് ഉണങ്ങാനുള്ള മരുന്നും അങ്ങനെ. അതിന്റെ ഇടയിൽ അമ്മയ്ക്ക് വേറെ പഴുപ്പും കാര്യങ്ങളും വന്നോണ്ട് സ്റ്റിച്ച് ഉണങ്ങാണ്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കാനായിട്ട് പിന്നെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ഡേറ്റും കാര്യങ്ങളും ഞങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല, പോയിണ്ടായിരുന്നു. അപ്പോൾ ഗംഗാധര സാർ പറഞ്ഞു അതിന് പൈസ ഒന്നും മേടിച്ചില്ല, വീണ്ടും ടെസ്റ്റിന് അയക്കണേന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചില്ല. സാറ് തന്നെ അത് ടെസ്റ്റിന് അയച്ച് അതിലും നെഗറ്റീവായിരുന്നു. ആകെ വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ നടന്നിട്ട് ഈ ജീവ ലാബിനെതിരെയോ ഈ ഹോസ്പിറ്റലിനെതിരെയോ ഒരു ആക്ഷനും പോലീസുകാർ എടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് അവർ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിരിക്കണം. അതായത് നമ്മൾ കൊടുത്ത റിസൾട്ടുകളിൽ മുഴുവൻ 100% കാണുന്നവർക്ക് ഏത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഹോസ്പിറ്റലിന് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് ഈ ഷീജയുടെ മകന്റെയും മകളുടെയും കുടുംബത്തിന്റെ വാക്കുകളാണ്. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. നവമി, സംഭവിച്ചത് ഗുരുതര പിഴവാണ്, ഇപ്പോൾ നടക്കുന്നത് ഗുരുതര ആരോപണമാണ്. യഥാർത്ഥത്തിൽ ആർക്കാണ് ഇവിടെ പിഴച്ചത്? എന്താണ് സംഭവം? ഭവ്യ, പ്രഥമ ദൃഷ്ട്യാ ഈ ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് ഈ കുടുംബം പുറത്തുവിട്ട തെളിവുകളിൽ നിന്നും മനസ്സിലാകും. കാരണം
13-ാം തീയതി 2024 ഫെബ്രുവരി 13-ാം തീയതിയാണ് ഈ ആശുപത്രിയിൽ നിന്നുള്ള ലേക്ഷോർ ആശുപത്രിയിൽ നിന്നും ക്യാൻസർ ഇല്ല എന്നുള്ള റിസൾട്ട് ലഭിക്കുന്നത്, ആ ഒരു ഫലം ലഭിക്കുന്നത്. അത് ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ ഫെബ്രുവരി 13-ാം തീയതി ലഭിക്കുന്നുണ്ട്. പക്ഷെ ആശുപത്രിയിലെ ഡോക്ടർമാരടക്കം ഇത് പരിശോധിച്ചില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ഫെബ്രുവരി 17-ാം തീയതി ഈ വീട്ടമ്മയ്ക്ക് സർജറി ചെയ്യുന്നത്. തന്റെ വലത് മാരടം നഷ്ടപ്പെട്ട വീട്ടമ്മ മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് അവർ കൂലിപ്പണി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെയായി, ഹൃദയ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും അവരെ പിടിപെട്ടു. അതിനൊക്കെ അപ്പുറത്തേക്ക് മാനസികമായി അവർ വലിയ തളർച്ചയിലാണ് ഇപ്പോൾ ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ആശുപത്രിയിൽ നിന്നുള്ള വീഴ്ചയാണെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഈ ഫെബ്രുവരി 29-ാം തീയതിയായിരുന്നു ഈ റിസൾട്ടിന് ഈ ഒരു ജീവ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. വീട്ടമ്മയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സ്ഥലങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും പഴുപ്പ് വരികയും ചെറിയ നീർക്കെട്ടുണ്ടാകുകയും ഒക്കെ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ആശുപത്രിയിൽ കാണിച്ചു. അവിടെ നിന്നാണ് തൃശൂരിലെ ശാന്തി ആശുപത്രിയിൽ കാണിച്ചു. അവിടെ നിന്നാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ, ക്യാൻസർ ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജീവ ലാബിൽ എത്തുകയും അവിടെ പരിശോധിച്ച് ആ പരിശോധനാ ഫലത്തിൽ നിന്നും വീട്ടമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാകുകയും ചെയ്തു. ആ റിസൾട്ടിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ശാന്തി ആശുപത്രിയിൽ തന്നെ സർജറി ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. പക്ഷെ അവിടുത്തെ ചില സൌകര്യങ്ങൾ ഇല്ല എന്ന് കുടുംബത്തിന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഈ ക്യാൻസർ രോഗ ചികിത്സയുടെ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഗംഗാധരനെ ഇവർ സമീപിച്ചത്. അത് ഇന്ദിരാഗാന്ധി കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഗംഗാധരൻ പരിശോധിക്കുന്നുണ്ട്. അവിടേക്ക് വരികയും ഈ റിസൾട്ട് ജീവ ആശുപത്രിയിലെ റിസൾട്ടുകൾ കാണിക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞത് പ്രകാരം അത് ഇവിടെയും ചില ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. അതിന്റെ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം നമുക്ക് സർജറി ചെയ്യാം എന്നാണ് കുടുംബത്തോട് നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജീവ ആശുപത്രിയിൽ കൊടുത്ത അതേ പരിശോധന, ആ ഒരു സാമ്പിൾ തന്നെയാണ് പിന്നീട് ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്കും എത്തിച്ചത്. അവിടെ ആ സൌകര്യമില്ലാത്തതുകൊണ്ടാണ് ലേക്ഷോർ ആശുപത്രിയിലേക്ക് അയച്ച് ആ പരിശോധന നടത്തിയത്. ആ പരിശോധനാ ഫലം ലഭിക്കുന്നുണ്ട്, നെഗറ്റീവാണെന്ന്. അത് കൃത്യമായി തന്നെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഡോക്ടർ ഇത് പരിശോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ ഫലം ഡോക്ടർ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്ത ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ സ്ഥലം മുറിച്ചു കളയുന്നതിന് വേണ്ടി ആ ഒരു സർജറി ഇവിടെ ഡോക്ടർമാർ ചെയ്തതെന്ന് നിസ്സംശയം പറയാനും കഴിയും. എന്തായാലും ഇതിനുശേഷം ഈ ജോജോ വി ജോസഫ് എന്ന പ്രശസ്തനായിട്ടുള്ള ക്യാൻസർ സർജനാണ് ഈ ഒരു ചികിത്സ, ഇവർക്ക് ഈ സർജറി ചെയ്തത്. ഡോക്ടറുമായി ബന്ധപ്പെടുമ്പോൾ ഡോക്ടർ പറയുന്നത് തന്നെ ഈ ഗംഗാധരൻ ഡോക്ടർ മുഖേനയാണ് തന്നെ ഈ പേഷ്യന്റ് സമീപിക്കുന്നത്. തന്നിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോൾ താൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒന്ന്, ഈ വീട്ടമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടോ എന്ന്. ആ ഫലത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ക്യാൻസർ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് തനിക്ക് ആ റിപ്പോർട്ട് കിട്ടിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താൻ ഈ സർജറി ചെയ്യാനും തുടങ്ങിയത്. മറ്റൊന്ന്, ഈ ക്യാൻസർ സെല്ല് പടരാൻ സാധ്യതയുണ്ടോ എന്ന്. പക്ഷേ വീട്ടമ്മയെ സംബന്ധിച്ച് അവർക്ക് പടരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണ്ട എന്ന് താൻ കുടുംബത്തോട് നിർദ്ദേശിച്ചിരുന്നു. കാരണം താൻ മുന്നോട്ട് വെക്കുന്ന ആശയവും അത് തന്നെയാണെന്ന് ഡോക്ടർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ കുടുംബത്തിന്റെ കുടുംബം ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ സർജറി ചെയ്യാൻ താൻ നിർബന്ധിതനായതെന്നാണ് ഡോക്ടറുടെ വിശദീകരണം. എന്തായാലും ആശുപത്രിയിൽ നിന്നും, അല്ലെങ്കിൽ ഈ ആദ്യം പരിശോധിച്ച ഡോക്ടറിന് ഒരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. തീർച്ചയായും നവമി ദയവായി തുടരുക. ഇപ്പോൾ ഷീജയുടെ മകൾ കാവ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കാവ്യ, ഞാൻ ആദ്യം ചോദിക്കട്ടെ, അമ്മയുടെ ആരോഗ്യനില, മാനസികാവസ്ഥ അതിപ്പോൾ എങ്ങനെയാണ്, എന്താണ്? അമ്മയ്ക്ക് അതിനുശേഷം ഭയങ്കര വയ്യായികളാണ് എപ്പോഴും. ഇങ്ങനെ പിന്നെ തലക്കറക്കടക്കം വരിക, ശരീരം വിയർക്കുക, നെഞ്ചത്ത് ഒരു തടസ്സമാരി ഇങ്ങനെ വരിക, ഹാർട്ട് ECGയിൽ വേരിയേഷൻ, ഇതൊക്കെ ഈ രോഗങ്ങളൊക്കെ ഇതിന് ശേഷം. പക്ഷെ ആൾക്ക് ഒന്നുമില്ല. ഞങ്ങളിപ്പോ കാർഡിയോളജിസ്റ്റിനെ കാണുന്നുണ്ട്. ഇടയ്ക്ക് 2 മാസം കൂടുമ്പോ കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്ക് തലചുറ്റൽ വരിക. അത് ടെൻഷൻ കൊണ്ടാണോന്നറിയില്ല. ഡോക്ടർ പറയുന്നത് ടെൻഷൻ കൊണ്ടാണ്, വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. പിന്നെ പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. ഭാരപ്പെട്ട പണികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൊച്ചുണ്ണികളെ വരെ എടുക്കാൻ പറ്റില്ല കുറച്ചു നേരം. അപ്പോഴേക്കും വയ്യാണ്ടാവും. കൈവേദന, കൈക്ക് ഭയങ്കര, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ആൾക്ക് ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം. നിങ്ങൾ ആരോപിക്കുന്നത് ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയത്? നിങ്ങളൊരു ഇതെന്താണ്, ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയത്? നിങ്ങൾ എന്താണ്, കുടുംബം എന്താണ് കരുതുന്നത്? ഞാൻ പറയുന്നത് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാ അവര് ഇത് നോക്കണ്ടേ,
ആരുടെ ഭാഗത്തെ വീഴ്ച പറ്റിയെന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അവര് റിസൾട്ട് നോക്കാണ്ടാണ് ചെയ്തത്. ഞങ്ങള് പറഞ്ഞിട്ടല്ല. ഞങ്ങള് പറയോ അങ്ങനെ? അതായത് ഇപ്പോൾ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഷീജയുടെ കുടുംബം, അതായത് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടതിന് പുറത്താണ് അദ്ദേഹം ആ സർജറി ചെയ്തതെന്നാണ്. അത്തരത്തിലൊരു ആവശ്യം നിങ്ങൾ ഉന്നയിച്ചിരുന്നു? ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഡോക്ടർ പറയാണ് 2 ഓപ്ഷൻസ് പറഞ്ഞു. ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് റിമൂവ് ചെയ്ത് കളയണതാന്ന് പറഞ്ഞു. ബ്രസ്റ്റ് റിമൂവ് ചെയ്യണതാണ് നല്ലതെന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ റിസൾട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു. എന്തോരം ഇത് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ആദ്യം കണ്ട ഹോസ്പിറ്റലിൽ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ വേണ്ട ഒന്നും കൂടി സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് പോയത് അതുകൊണ്ടാണ്. നല്ല ഡോക്ടേഴ്സിനെയും കണ്ടത് അതുകൊണ്ടാണ്. ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റി എന്നുള്ള കാര്യത്തിൽ ഏകദേശം വ്യക്തതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിശദീകരണം ആശുപത്രി അധികൃതർ നിങ്ങൾക്ക് നൽകിയിരുന്നു? നിങ്ങൾ അത് ചോദിച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ആശുപത്രിക്കാര് അവരൊന്നും വിശദീകരണം തന്നിട്ടില്ല. പോലീസിൽ പരാതി നൽകിയല്ലോ അല്ലേ? പോലീസ് എന്താ പറയുന്നത്? പോലീസിൽ പരാതി പറഞ്ഞപ്പോ പോലീസ് അന്വേഷിച്ചപ്പോ, അതായത് കടവന്ത്രര പോലീസ് അന്വേഷിച്ചപ്പോ അവര് പറയണത് ഇങ്ങനെ മാത്രമല്ലോ, ഓപ്പറേഷൻ ചെയ്തതിൽ അപാകതകളൊന്നുമില്ലാന്ന് അങ്ങനെ പറയണല്ലോ. അങ്ങനെ പറഞ്ഞ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തതിൽ അപാകതകളില്ലായിരിക്കും. ഓപ്പറേഷൻ ചെയ്തതിൽ ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക്. അത് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഓപ്പറേഷന്റെ തന്നെ ആവശ്യമില്ലല്ലോ, അവയവം മുറിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഡോക്ടർക്കെതിരെ നിങ്ങൾ പരാതി കൊടുക്കാനുള്ളൊരു സാഹചര്യം അതെന്തായിരുന്നു? ഡോക്ടറുടെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയെന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? നിങ്ങൾ അങ്ങനെയാണോ കരുതുന്നത്? അതെ, ഡോക്ടറുടെ കാഴ്ചയില് വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് നോക്കിയില്ലല്ലോ. നോക്കി കഴിഞ്ഞാൽ ചെയ്യില്ല. എന്തായാലും അവര് നോക്കിയില്ല. ആ റിസൾട്ട് അവര് നോക്കിയില്ല. ഓപ്പറേഷൻ ചെയ്യണേക്കാളും 4 ദിവസം മുമ്പ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷർ ആശുപത്രിക്ക് ടെസ്റ്റിന് വിട്ടതിന്റെ റിസൾട്ട് 13-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ 17-ാം തീയതി ആയിരുന്നു. 4 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവര് നോക്കിയില്ല. ഞങ്ങള് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്, റിസൾട്ട് വരുന്നില്ലെന്ന് എപ്പോഴും ചോദിക്കും. അപ്പൊ റിസൾട്ട് വന്നാൽ നേരിട്ട് ഫയലിലേക്ക് കയറിക്കോളും, നേരിട്ട് ഡാറ്റ കയറിക്കോളും അവര് നഴ്സുമാരൊക്കെ പറയാറ്. ആ റിസൾട്ട് വരുന്നതിന് മുൻപ് തിടുക്കപ്പെട്ട് ഒരു സർജറി നടത്തുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അത്തരത്തിൽ ആവശ്യപ്പെട്ടിരുന്നോ? ഇല്ല, എന്തായാലും റിസൾട്ട് അവര് പറഞ്ഞു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തോ, ഇന്ന സമയത്ത് ഫിക്സ് ചെയ്തോ, എന്തായാലും അതിനു മുമ്പ് എന്തായാലും റിസൾട്ട് വരുന്നു പറഞ്ഞു അവര്. അപ്പൊ ഞങ്ങള് ഫിക്സ് ചെയ്തു. അവര് പറഞ്ഞ ഡേറ്റിന് ഫിക്സ് ചെയ്തു. അല്ലാണ്ട് ഞങ്ങളല്ലല്ലോ ഡേറ്റ് പറയുന്നത്, അവരല്ല എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അത്തരത്തിൽ ആശുപത്രി അധികൃതർ നൽകിയ ഡേറ്റിനനുസരിച്ചാണ് നിങ്ങൾ ഈ സർജറിക്ക് വേണ്ടി തയ്യാറെടുത്തത്. പക്ഷെ അപ്പോഴും അവർ ആ റിസൾട്ട് നോക്കിയില്ല അല്ലേ? അവര് നോക്കിയില്ല, റിസൾട്ട് അവര് നോക്കിയിട്ടില്ല എന്ന് തന്നെ ഉറപ്പ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല, ഉറപ്പാ. ഞങ്ങളുടെ കയ്യിൽ തരുന്നില്ല. ഓപ്പറേഷന്റെ തലേദിവസാണ് എന്റെ അമ്മയുടെ ഇയാളുടെ ആങ്ങള മാമൻ മാത്രം ചെന്ന് അവിടെ സിസ്റ്റേഴ്സിന് ചോദിച്ചു, റിസൾട്ട് വന്നില്ല, നാളെ ഞങ്ങൾക്ക് ഓപ്പറേഷനാണ്, അത് ഫയലിൽ വെക്കേണ്ടതല്ലേ, കൊടുക്കേണ്ടതല്ലേ. അപ്പൊ അവര് പറഞ്ഞു ഫയലിക്ക് നേരിട്ട് പോയിട്ടുണ്ട് ആ റിസൾട്ട്. അപ്പൊ തന്നെ ഫയലിക്ക് നേരിട്ട് പോയിട്ടുണ്ട്. പിന്നെ റിസൾട്ട് പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ ഇത് കൊടുക്കാൻ എന്തോ പറഞ്ഞപ്പോ മാമൻ ഇപ്പോഴത്തെ ടെൻഷനില് വെറുതെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുത്തു. എന്നിട്ട് റിസൾട്ട് കൊണ്ടുകൊടുത്തു. അവരെ കയ്യിൽ കൊടുത്തു. നോക്കിയാലും മാമൻ അങ്ങനെ അറിയില്ല, ശ്രദ്ധിച്ചില്ല. ഇവര് നോക്കുമല്ലോ, ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ നോക്കുമല്ലോ, അല്ല അവര് നോക്കുമല്ലോ. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു ഓപ്പറേഷൻ ആയിരുന്നത്. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഇതുപോലെ അതും ബയോപ്സിക്ക് അയച്ചു. ഈ ഓപ്പറേഷൻ ചെയ്തത് അത് അയച്ചപ്പോ അതിലും നെഗറ്റീവായിട്ട് തന്നെ ലക്ഷറിക്ക് അതൊക്കെ അയച്ചേക്കുന്നത്. അതിലും നെഗറ്റീവായിട്ട് വന്നു. എന്നിട്ട് പിന്നെ ഗംഗാധരൻ സാറിനെ കണ്ടപ്പോ ഗംഗാധരൻ സാറും അപ്പോഴും തന്നെയാണ് ഇത് നോക്കണേന്ന് തോന്നുന്നു. ഈ മുന്നത്തെ റിസൾട്ട് നോക്കിയിട്ടില്ല, ആളും നോക്കിയിട്ടില്ല. അപ്പൊ ആള് മാമൻ പറഞ്ഞതാ, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, മാമനാണ് എപ്പോഴും കൂടെ പോയിക്കണ അമ്മേരെ കൂടെ. അപ്പൊ ആള് അസിസ്റ്റന്റിനോട് പറഞ്ഞിട്ട് അവര് നോക്കിയപ്പോഴാണ് മുന്നത്തെ റിസൾട്ട്. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായിണ്ട് തെറ്റ് ചെയ്തു. എന്നാലും സാറ് പിന്നെയും വീണ്ടും അവരുടെ ചെലവിന് ആള് പറഞ്ഞു ഇത് ഒപിയിൽ കൊണ്ടുകൊടുത്താൽ ഈ കുറിപ്പ് ആളെന്തോ എഴുതി തന്നു, ഇത് ഒപിയിൽ കൊടുത്താൽ മതി,
നിങ്ങളൊന്നും പൈസ ഒന്നും അടയ്ക്കേണ്ട, കൊണ്ടുകൊടുത്താൽ മതി എന്ന് പറഞ്ഞു, ലാബിൽ കൊണ്ടുകൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ടെസ്റ്റിന് വിട്ടു. പിന്നത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അതായത് കാവ്യ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ റിസൾട്ട് ലഭിച്ചത്, അതായത് അമ്മയ്ക്ക് ക്യാൻസർ ഇല്ല എന്നുള്ള റിസൾട്ട് ലഭിച്ചതിന് ശേഷം എന്തായിരുന്നു ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം? ഡോക്ടർ എന്താണ് പറഞ്ഞത്? അധികൃതർ എന്താണ് പറഞ്ഞത്? ഡോക്ടർമാരൊന്നും പറഞ്ഞില്ല, ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി. അതായത് ഡോക്ടർ പിന്നെ ഞങ്ങള് ലാസ്റ്റ് ആയിട്ട് ഗംഗാധര സാറിനെ കണ്ടേക്കണത്. അപ്പൊ ആളെ കണ്ടപ്പോ ആള് പറഞ്ഞു ജീവ ലാബിലത്തെ റിപ്പോർട്ട് ഒരെണ്ണം ഞങ്ങൾക്ക് അത് തരണം, ഒരു കോപ്പി ഞങ്ങൾക്ക് തരണം, ഈ ഫയലിൽ വെക്കാനാ, അല്ലെങ്കിൽ നിങ്ങള് ചോക്കില്ല എന്തുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തു എന്ന് ചോക്കി. അപ്പൊ അങ്ങനെയാണ്ട് സാറ് സംസാരിച്ചു, ഗംഗാധര സാറ്. അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾക്ക്. ആ ജീവ ലാബിലത്തെ റിപ്പോർട്ട് അതിൽ വെക്കണമെന്ന് പറഞ്ഞു. ഒരു കോപ്പി ഞങ്ങക്ക് തരുമോന്ന് ചോദിച്ചു അവരുടെ ഫയല് വെക്കാനായിട്ട്. അപ്പോഴാണ് മനസ്സിലായി. അപ്പോഴാണ് എന്നിട്ട് മാമന് ഓർമ്മ വന്നത്. മാമൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത കാര്യം, 13-ാം തീയതി വന്ന റിസൾട്ടിന് ഫോട്ടോ എടുത്ത കാര്യം ഓർമ്മ വന്നത്. അപ്പൊ മാമൻ എന്നിട്ട് എന്റെ ബ്രദറിനെ എടുത്ത് കാണിച്ചു കൊടുത്തു, അനീത്തിയുടെ ഹസ്ബൻഡിന്റെ അടുത്ത് കാണിച്ചു കൊടുത്തു. അവനുണ്ടായിരുന്നു. അപ്പൊ മാമ ഇതിലില്ലല്ലോ, എന്താ എന്നിട്ട് ഡോക്ടർമാർ ഇങ്ങനെ ചെയ്തേ എന്നാ അപ്പോഴാണ് മനസ്സിലായത്. അത് 3-ാമത്തെ ചെക്കപ്പിനൊക്കെ പോകുമ്പോഴാ, ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞുണ്ടാവും, 1 മാസമൊക്കെ കഴിഞ്ഞുണ്ടാവും. 2 ആഴ്ച കൂടുമ്പോഴാ പോവാറ്. അപ്പൊ അങ്ങനെ. ശരി, അമ്മ ഇപ്പോൾ കാവ്യക്കൊപ്പമാണോ? അമ്മ എന്റെ ഒപ്പം തന്നെയാ. നിങ്ങളുടെ ഒരു കുടുംബ പശ്ചാത്തലം എങ്ങനെയാണ്? അമ്മയ്ക്ക് ഇനിയിപ്പോ ജോലിക്കൊന്നും അധികം പെട്ടെന്ന് പോവാൻ സാധിക്കാത്തൊരു സാഹചര്യമാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങള് 2 പെൺകുട്ടികളാണ്. അപ്പൊ ഞാനിപ്പോ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഇത് കഴിഞ്ഞപ്പന്നെ ഇവിടെ തന്നെയാണ് നിക്കണത്. ഇവിടെ എന്റെ വീട്ടിൽ തന്നെയാ നിക്കണത്, അമ്മേരുടെ അടുത്ത് തന്നെയാ നിക്കണത്. അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മ തൊഴിലുറപ്പിന് വരെ പോയിട്ടുള്ള ആളായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് കൃഷിയും കാര്യങ്ങളൊക്കെയാ, പശു അങ്ങനെ കൃഷി, നെൽകൃഷി, പറമ്പൊക്കെ ഉണ്ട്. അതുകൊണ്ടൊന്നും അമ്മയ്ക്ക് അധികം പണി ഒന്നിനും പറ്റില്ല. പശുവിന് വെള്ളമൊക്കെ എടുക്കാൻ പോയിരുന്ന ആളാണ്. തീർച്ചയായും കാവ്യ, ഞങ്ങൾക്ക് വളരെ വ്യക്തമായി അമ്മയുടെ വേദന മനസ്സിലാകുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന്റെ വേദന മനസ്സിലാകുന്നുണ്ട്. ധൈര്യമായിരിക്കും, എന്തായാലും നീതി കിട്ടും, ഞങ്ങൾ ഒപ്പമുണ്ട്. ഒരു ഉറപ്പ് മാത്രമേ ഞാനിപ്പോൾ നൽകുന്നുള്ളൂ. എന്തായാലും ധൈര്യമായിട്ടിരിക്കും, അമ്മയോട് പറയൂ, ഞങ്ങൾ എല്ലാവരും അന്വേഷിച്ചിരുന്നു, ധൈര്യമായിട്ടിരിക്കാൻ പറയണം. എന്തായാലും നീതി ഉറപ്പായിട്ടും ലഭിക്കും. വളരെ നന്ദി കാവ്യ ഞങ്ങളോട് പ്രതികരിച്ചതിന്. നവമി ദിനേശ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. നവമി, ഷീജയുടെ മകൾ കാവ്യയാണ് നമ്മളോട് പ്രതികരിച്ചത്. വളരെ വ്യക്തമായി ആ കുട്ടി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അവർക്ക് നീതി ലഭിച്ചേ മതിയാകുള്ളൂ. ഗുരുതര പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ആരുടെ ഭാഗത്ത് എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. ഈ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണം എവിടെ എത്തി, എന്താണ് പോലീസ് പറയുന്നത്? ഒപ്പം ഈ സംഭവത്തിൽ ഈ ക്യാൻസർ ഇല്ല എന്നറിഞ്ഞതിന് ശേഷം ഒരു വിശദീകരണവും ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ കുടുംബത്തിന് ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രി അധികൃതർ എന്താണ് പറയുന്നത്? നവമി. എന്തായാലും ഈ ലേക്ഷോർ ആശുപത്രിയിൽ നിന്നും ലഭിച്ച പരിശോധനാ ഫലം അത് കൃത്യമായി നോക്കാൻ, അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ ഇന്ദിരാഗാന്ധി ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് നമുക്ക് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. എന്നാലും ഇനി പോലീസിന് ഈ സമയത്ത് തന്നെ, അതായത് ഒരു മാസം ഏകദേശം സെപ്റ്റംബറോടുകൂടിയാണ്, ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. സെപ്റ്റംബറിലാണ് കുടുംബം പരാതി നൽകുന്നത്. അതായത് കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബറിലാണ് പരാതി നൽകുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ യുവതിയുടെ, ഈ വീട്ടമ്മയുടെയും കുടുംബത്തിന്റെയൊക്കെ മൊഴിയെടുക്കാൻ വരികയും ചെയ്തു. ഈ ജീവ ലാബിനെ 1-ാം പ്രതിയാക്കി, ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ 2-ാം പ്രതിയും ജോജോ വി ജോസഫ് സർജൻ ഇദ്ദേഹത്തെ 3-ാം പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ യുവതിയുടെയും കുടുംബത്തിന്റെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ പോലീസ് പറയുന്നത് ആശുപത്രിയിൽ നിന്നും സർജറി ചെയ്തതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നൊരു വിശദീകരണമാണ് നൽകുന്നതെന്ന്. പക്ഷേ കുടുംബം ഇപ്പോഴും ആവർത്തിക്കുന്നത് സർജറി ചെയ്തതിലല്ല ഈ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്, പക്ഷെ സർജറിയെ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ എന്നൊരു വാദത്തിൽ തന്നെയാണ് കുടുംബം ഇപ്പോഴും നിൽക്കുന്നത്. അതിന്റേതായിട്ടുള്ള തെളിവുകളെല്ലാം അവരുടെ പക്കലുണ്ട്. അമല ആശുപത്രിയിൽ, അതായത് ലേക്ഷോറിലെ ആശുപത്രിയിലെ ഫലം ലഭിച്ചതിന് ശേഷം തന്നെ വീണ്ടും സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി അവർ അമല ആശുപത്രിയിലും പരിശോധന നടത്തി, അതിലും നെഗറ്റീവാണ്. അങ്ങനെ 2 ആശുപത്രികളിലെ നെഗറ്റീവ് റിസൾട്ട് തന്നെയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായി മുന്നോട്ട് പോകാനും കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. പോലീസും ഈ ആശുപത്രിയെ
സംരക്ഷിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊരു ആശങ്ക കൂടി കുടുംബം പങ്കുവെക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ അമ്മയ്ക്ക് നീതി ലഭിക്കണം, കാരണം അവർ മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. കേവലം ഒരു ആശുപത്രിയുടെ വീഴ്ചയിൽ അവരുടെ ജീവിതത്തെ തന്നെ അത് വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോവി, ഫെബ്രുവരി 13-ന് ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നിന്നുള്ള റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫെബ്രുവരി 17-നാണ് ഷീജയുടെ ഓപ്പറേഷൻ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ദിവസം ഉണ്ടായിട്ട് പോലും ഈ ഒരു റിസൾട്ട് നോക്കാൻ ഈ അധികൃതർ ശ്രമിക്കാനെന്നുള്ള ഏറ്റവും വലിയ ഗുരുതര വീഴ്ചയല്ലേ? എന്താണ് അവർക്ക് അതിന് വിശദീകരണം നൽകാനുള്ളത്? അതെ ഭവ്യ, ഇപ്പോ മകൾ കാവ്യ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ലക്ഷർ ആശുപത്രിയിലെ ഫലം വന്നു കഴിഞ്ഞോ, അതിലും പോസിറ്റീവ് തന്നെയാണോ എന്ന് ആശുപത്രിയിലെ നഴ്സുമാരോടക്കം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് അത് നേരിട്ട് തന്നെ ഫയലിലേക്ക് എത്തും, ആ പരിശോധനാ ഫലം പോസിറ്റീവാണ്, അത്തരത്തിലുള്ള മറുപടിയാണ് നൽകുന്നത്. പക്ഷെ അവർ പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷർ ആശുപത്രിയിലെ റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് സ്വാഭാവികമായും ഗംഗാധരൻ ഡോക്ടറിന് അത് മനസ്സിലാകുകയും ചെയ്യും. ആ റിസൾട്ട് പരിശോധിക്കാൻ അവർക്കുണ്ടായ വീഴ്ച തന്നെയാണ് ഈ വീട്ടമ്മയുടെ ഈ മാരട മുറിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള വസ്തുത. അത് അവരുടെ കയ്യിൽ പക്കൽ അതിന്റേതായിട്ടുള്ള തെളിവുകളുണ്ട്. 13-ാം തീയതി റിസൾട്ട് വരുന്നു, പക്ഷെ 17-ാം തീയതിയാണ് സർജറി നടത്തുന്നത്. ആ റിസൾട്ട് പരിശോധിച്ചിരുന്നുവെങ്കിൽ ഈ ആശുപത്രിയുടെ വീഴ്ച കാരണം തന്നെയാണ് പരിശോധിച്ചിരുന്നുവെങ്കിൽ വീട്ടമ്മയ്ക്ക് തന്റെ ജീവിതം ഇങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുകളിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നില്ല. ഇവർ എന്തായാലും ഈ ഒരു റിസൾട്ടുകളെല്ലാം തന്നെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം കൂടി കുടുംബം എടുത്തിരുന്നു. കാരണം ആശുപത്രിക്ക് മനസ്സിലായി തങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു എന്ന്. അതുകൊണ്ട് തന്നെ പിന്നീട് ചികിത്സയുടെ മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട തെളിവുകൾ അല്ലെങ്കിൽ ഈ ഫയലുകളൊന്നും തന്നെ കുടുംബത്തിന് കൈമാറാൻ പോലും ഈ ആശുപത്രി വിസമ്മതിച്ചു എന്നുകൂടി മകൾ പറയുന്നുണ്ട്. അതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകാൻ പോലും അവർക്ക് അല്പം കാലതാമസം വന്നത്. ജീവലാഭവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്ന വിശദീകരണം, ഞങ്ങളുടെ റിസൾട്ട് നോക്കി ഒരു ആശുപത്രിയിൽ എങ്ങനെയാണ് ചികിത്സ നൽകുന്നത്, അവർക്ക് അവരുടേതായിട്ടുള്ള റിസൾട്ട് നോക്കേണ്ടതില്ല അല്ലെങ്കിൽ അവരും പരിശോധിക്കേണ്ടതില്ലേ എന്നുള്ള തരത്തിലുള്ള ഒഴിവ് കഴിവുകളാണ് ജീവ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. ഒപ്പം ഈ കുടുംബം തന്നെ ആരോപിക്കുന്നുണ്ട് തന്റെ സുഹൃത്തിനും ഈ ഒരു കാര്യം തങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ അതിലൊരാൾക്കും സമാനമായ രീതിയിൽ ഒരു അനുഭവം ഉണ്ടായി എന്നുകൂടി ഈ കുടുംബം വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ജീവ ലാബിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നുവരുന്ന സാഹചര്യം കൂടിയാണ്. പക്ഷേ പോലീസ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. തങ്ങളുടെ ജീവിതം പോലും നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ആശുപത്രിയുടെ വീഴ്ച സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് പോലീസ് അവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് പോയത് എന്ന് കുടുംബം ചോദിക്കുന്നുണ്ട്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണ്. അത് ആരുടെ ഭാഗത്ത് എന്നതാണ് പ്രധാനമായും അറിയേണ്ടത്. വളരെ വേഗം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം, ഒരിടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. കണ്ണൂർ ജില്ലയിൽ വെച്ച് നടത്തുന്ന വിവരം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ഒരു നടപടിക്രമമുണ്ട്. ഇവിടെ ഉയർത്തിയ പതാക വിദ്യാഭ്യാസ ഡയറക്ടർ താഴ്ത്തുകയും വിദ്യാഭ്യാസ ഡയറക്ടർ ആ പതാക കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറുകയും ചെയ്യും. വികാരപരമായിട്ടുള്ള ഒരു ചടങ്ങാണത്. $117.5 പവൻ തൂക്കമുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ഈ വർഷം ആദ്യമായി ഏർപ്പെടുത്തി. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റ് ആദ്യമായി മത്സര ഇനങ്ങൾ ഉൾപ്പെടുത്തി. കാരണം നാഷണൽ ഗെയിംസിൽ നിന്നെല്ലാം കളരിപ്പയറ്റിനെ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് കേരളം പ്രഖ്യാപിച്ചത്. കേരളം ഞാൻ പ്രഖ്യാപിച്ചിരുന്നു സ്കൂൾ ഗെയിംസിൽ ഉൾപ്പെടുത്തുമെന്ന്. അത് പാലിക്കുന്നതിന് വേണ്ടി കഴിയും. മേളയിൽ സ്വർണം നേടുന്ന അർഹരായ കായിക താരങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. 50 പേർക്കാണ് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതിന് ചില നോംസ് ഉണ്ടാക്കണം, അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ മേളയിൽ വന്നപ്പോൾ അവരെല്ലാം ഈ വീടില്ലാത്തവർക്കുള്ള സ്കീമുകളിലൊക്കെ തന്നെ അംഗങ്ങളാണ്. പക്ഷെ അവിടെയെല്ലാം ഒരു സീനിയാരിറ്റിയുടെ പ്രശ്നമൊക്കെ വരുമല്ലോ.
നിരവധി കുട്ടികൾ വന്ന് ഈ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു കുട്ടിയുടെ പ്രശ്നം അപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്ന് തന്നെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന് നിർദ്ദേശം കൊടുത്തിരുന്നു. മറ്റൊരു കുട്ടിക്ക് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി വാഗ്ദാനം ചെയ്തിരുന്നു. നാളെ രാവിലെ ഗോവിന്ദൻ മാസ്റ്റർ തറക്കല്ലിടുന്നു ഓൺലൈനായിട്ട്. ഞാനും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സന്മനസ്സുള്ളവർക്ക് ഇനിയും ഈ സ്കീമിൽ ചേരാൻ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിലെ ഏറ്റവും വലിയ കൌമാരക കായിക മാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട ഗവർണർ ഉദ്ഘാടനം ചെയ്യും. കേരളം രൂപീകരിച്ചതിന് ശേഷം കായിക താരങ്ങൾക്ക് ഉള്ള സ്വർണ്ണക്കപ്പ് ആദ്യമായി ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പ്, മികച്ച ജില്ലയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് ബഹുമാനപ്പെട്ട ഗവർണർ ഇന്ന് കൈമാറും. ജീവിതത്തോട് പൊരുതി നേടിയ വിജയം ഇനി എന്നും തിളങ്ങി നിൽക്കും. അങ്ങനെ ജീവിതത്തോടെല്ലാം പൊരുതി വിജയം നേടിയ കായിക താരങ്ങളെ സംരക്ഷിക്കേണ്ട എല്ലാ ഇടങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പ് സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും. ഒരു വിദ്യാർത്ഥിനി അപ്പൻഡിക്സ് സർജറിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് സർജറി ചെയ്യാതെ ഡിസ്ചാർജ് ചെയ്ത് വന്നതാണ്. വന്നിട്ട് ഓടി ആ കൊച്ചുമോക്ക് സ്വർണം കിട്ടി. ആഹാരം കഴിക്കാൻ പാടില്ല, ഇത് സർജറിയുടെ നിബന്ധന അനുസരിച്ച്. ജ്യൂസ് മാത്രം കുടിച്ചുകൊണ്ടാണ് ഇതിൽ പങ്കെടുത്തത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തോട് പൊരുതി നേടിയ വിജയങ്ങളാണ് ഈ വിജയങ്ങളെന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇന്നലെ വരെ ഇത്തരത്തിൽ നടത്തുന്ന കായികമേള ആരും ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. ഇന്ന് ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, ലോകം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ആ നിലയിൽ ഈ കായികമേള മാറിയിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ 100 മീറ്ററിൽ റെക്കോർഡ് നേടിയ CHS കാൽവരി മൌണ്ട് സ്കൂളിലെ ദേവപ്രിയ ഷൈബുവിനെയും 100 മീറ്ററിലും 200 മീറ്ററിലും റെക്കോർഡ് നേടിയ ചാരമംഗലം ഗവൺമെന്റ് DVHSS സ്കൂളിലെ അതുൽ TMനെയും സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ചുരുങ്ങിയ ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ട് നേടിയ നേട്ടമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശക്തമായ പിൻബലം ഈ കുട്ടികളെ നാളെ ദേശീയ തലത്തിലേക്കും ഒളിമ്പിക് തലത്തിലേക്കും വരെ ഉയർത്തിയേക്കാം. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഫൗണ്ടേഷന് കീഴിൽ സംസ്ഥാന ദേശീയ തലത്തിൽ ആവശ്യമായ യാത്രാ സൌകര്യങ്ങളും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കുട്ടികൾക്കൊരു പ്രൊഫഷണൽ അത്ലറ്റിക് കോച്ചിന്റെ സൌകര്യം ലഭ്യമാക്കുകയും ചെയ്യും. ഇനിയുള്ള നേട്ടങ്ങളിലേക്ക് ഓടിയെടുക്കാൻ ആവശ്യമായ എല്ലാ സൌകര്യങ്ങളും നൽകി ഈ കുട്ടികളെ കേരളത്തിന്റെ അഭിമാനമാക്കി മാറ്റുവാൻ സഞ്ജു സാംസൺ ഫൗണ്ടേഷൻ സഞ്ജു സാംസണും ഒപ്പം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. പൊതുവിൽ കുട്ടികൾ വെച്ച് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉപകരണങ്ങളുടെ കാര്യത്തിലാണ്. 2 കുട്ടികൾ ചേർന്ന് പോൾ വാൾട്ടിന് പ്രയോജനപ്പെടുത്തുന്നതും അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളുടെയും പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളുടെ പിന്നെ പ്രശ്നമാണ്. അപ്പോൾ അത്തരം ഉപകരണങ്ങൾ ഗോൾഡ് സ്വർണം നേടിയവർക്കും മറ്റ് റെക്കോർഡ് ഭരിച്ചവർക്കും പ്രാക്ടീസ് ചെയ്യാൻ ഉപകരണങ്ങളില്ലെങ്കിൽ അത് എങ്ങനെ അതിന്റെ ഒരു മെറിറ്റ് അനുസരിച്ച് അവരെ സഹായിക്കാൻ പറ്റുമെന്ന് സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കും. മറ്റൊന്ന്, നമ്മളിപ്പം 5000 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് 2016 മുതൽ കേരളത്തിലെ സ്കൂളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ലിഫ്റ്റും എയർ കണ്ടീഷനും അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങളാണ്. ഭരണകൂടാരം ഒക്കെ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഉള്ള പല സ്കൂളിലെയും പ്രശ്നം മൈതാനമില്ലാത്ത പ്രശ്നമാണ്. 2031 മിഷൻ കേരളയിലെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ നിർമ്മാണം നടത്തിയതുപോലെ തന്നെ പരമാവധി ഫണ്ട് ശേഖരിച്ചുകൊണ്ട് കുട്ടികൾക്ക് സ്റ്റേഡിയം നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റേഡിയം സ്ഥലമുള്ള സ്ഥലത്ത് സ്റ്റേഡിയം നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റേഡിയമാണ് കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി കുട്ടികൾ പറയുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. രാജ്യവ്യാപക SIR-ന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തിൽ നടപടികൾ തുടങ്ങുന്നത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തമിഴ്നാടും പശ്ചിമ ബംഗാളും രംഗത്ത് വന്നു. വിഷയം ചർച്ച ചെയ്യാൻ നവംബർ 2-ന് MK സ്റ്റാലിൻ സർവകക്ഷി യോഗം വിളിച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ബംഗാളാണെന്ന വിമർശനവുമായി തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയാനും രംഗത്തെത്തി. രാകേഷ് വിവരങ്ങളുമായി ചേർന്നു. രാകേഷ്, എന്തായാലും SIR ഇന്നു മുതൽ നടപ്പാക്കുകയാണ്. പലതരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. നിലവിലെ സാഹചര്യം, വിവരങ്ങൾ. ഭവ്യ 9 സംസ്ഥാനങ്ങൾ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് രണ്ടാം ഘട്ട SIR-ന് ഇപ്പോൾ തുടക്കമാകുന്നത്. കേരളവും അടക്കമുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവുമാണ് അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഇതുൾപ്പെടെ 9 സംസ്ഥാനങ്ങൾ, ഒപ്പം തന്നെ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIR നടപ്പാക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ. ഏതായാലും ഇന്ന് പ്രിന്റിംഗ് അടക്കമുള്ള നടപടികൾക്കാണ് തുടങ്ങുക. ഇതുൾപ്പെടെ വിവരശേഖരണം അടക്കം പൂർത്തിയാക്കി ഫെബ്രുവരി മാസത്തോടുകൂടി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക എന്ന ലക്ഷ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. ഏതായാലും കമ്മീഷൻ SIR-മായി മുന്നോട്ട് പോകുമ്പോൾ വിമർശനം ഒരു വശത്ത് ശക്തമാവുകയാണ്. നേരത്തെ തന്നെ കേരളം SIR-നെതിരെ നിലപാടെടുത്തതാണ്. കേരളം നിയമസഭ പ്രമേയം പാസാക്കിയതാണ്. പക്ഷേ തമിഴ്നാടും പശ്ചിമ ബംഗാളും ഇപ്പോൾ അതേ നാണയത്തിൽ അല്ലെങ്കിൽ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട് സർക്കാർ, അവിടെ ഭരിക്കുന്ന DMK ആണ്. DMK തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് വോട്ട് മോഷണമാണെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്നടങ്കം തമിഴ് ജനത ചെറുക്കുമെന്നാണ് MK സ്റ്റാലിൻ പ്രതികരിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഈ വിഷയം ചർച്ച ചെയ്യാൻ നവംബർ 2-ാം തീയതി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ. മറുവശത്ത് പശ്ചിമ ബംഗാളിലും സമാനമായ രീതിയിലുള്ള വലിയ പ്രതിഷേധം ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ബീഹാറിൽ കണ്ടത് ഒരു റിഹേഴ്സൽ മാത്രമാണ്. ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പശ്ചിമ ബംഗാളാണ് എന്ന വിമർശനമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രയൻ പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയ വിമർശനങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കക്ഷികളുടെ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടാവുകയാണ്. CPM ജനറൽ സെക്രട്ടറി MA ബേബിയും സമാനമായ വിമർശനം നടത്തിയിട്ടുണ്ട്. കമ്മീഷൻ്റേത് ഏകപക്ഷീയമായ നടപടിയാണ്. പ്രത്യേകിച്ച് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഹർജി നിലനിൽക്കുകയാണ്. അത് തീർപ്പാകുന്നതിന് മുൻപാണ് ഇത്തരമൊരു നടപടിയുമായി, ഏകപക്ഷീയമായ നടപടിയുമായി കമ്മീഷൻ മുന്നോട്ട് പോകുന്ന വിമർശനം CPM-ന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയും സമാനമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഈ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യഘട്ട നടപടികൾക്ക്, രണ്ടാം ഘട്ട SIR-ന്റെ ആദ്യഘട്ട നടപടികൾക്ക്, പ്രിന്റിംഗ് അടക്കമുള്ള നടപടികൾക്ക് ഏതായാലും തുടക്കമാവുകയാണ്. ഭവ്യ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ യോഗവും ചേരുന്നുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെയും ചേരും. വേവി അരുൺ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, എന്തായാലും SIR നടപ്പാക്കാൻ പോവുകയാണ്. വലിയ ആശങ്ക പല കോണിൽ നിന്നും ഉയരുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികളൊക്കെ ആശങ്ക ഉയർത്തുന്നുണ്ട്. എന്തായാലും യോഗം ചേരുമെന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നേരത്തെ തന്നെ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ SIR-നെ എതിർത്തുകൊണ്ട് നിലപാട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ നിലപാട് അറിയിച്ചിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ U. രത്തൻകേൽക്കർ ഇക്കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാരണം കൊണ്ട് തന്നെ ഈ SIR നടപടി നീട്ടിവെക്കണം. പക്ഷെ അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. SIR നടപടിക്രമങ്ങൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ തന്നെയാണ്, ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിന്റെ മറ്റു നടപടിക്രമങ്ങളും സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് അങ്ങനെ ഒരു ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ വച്ചത്. പക്ഷെ അത് പരിഗണിക്കപ്പെട്ടില്ല. നാളെ
ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേരും. ഇന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗവും ചേരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വീണ്ടും ഈ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ അറിയിക്കും. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഈ SIR വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിൽ വലിയ പങ്ക് വഹിക്കേണ്ടവരാണ്. അവരെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം പ്രായോഗികമാകുന്ന സംശയമാണ് പൊതുവിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അതാണ് അന്നത്തെ യോഗങ്ങളിൽ അവർ അറിയിച്ചത്. നാളത്തെ യോഗത്തിലും അവർ തന്നെ നിലപാട് അറിയിച്ചേക്കും. മാത്രമല്ല ഈ SIRന്റെ ഉദ്ദേശശുദ്ധിയും അതുപോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യത്തെയും ഒക്കെ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അന്ന് ചോദ്യം ചെയ്തിരുന്നു. നാളെയും അത്തരം സമീപനം തന്നെ അവർ സ്വീകരിച്ചേക്കും. ഇന്ന് ജില്ലാ കളക്ടർമാരുടെ യോഗമാണ് ആദ്യം ചേരുക. നാളെ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗവും ചേരുന്നുണ്ട്. PV അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുച്ചത്താമൂരിയുടെ വിളക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത പള്ളിവാസലിൽ മണ്ണിടിച്ചിൽ. മൂലക്കടയുടെ മുകൾ ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. രാത്രി ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതിനാൽ അപകടമൊഴിവായി. പ്രിൻസ് B. ജെയിംസ് വിവരങ്ങളുമായി ചേർന്നു. പ്രിൻസ്, ഇതെപ്പോഴായിരുന്നു സംഭവം? അപകടമൊന്നുമില്ലല്ലോ അല്ലേ ആർക്കും? കഴിഞ്ഞ രാത്രിയിലാണ് ഇത്തരത്തിൽ ദേശീയപാതയിൽ വീണ്ടും ഒരു മണ്ണിടിച്ചിലുണ്ടായത്. അതായത് അടിമാലിയിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ പള്ളിവാസൽ സമീപവും ഇത്തരത്തിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ റോഡിന്റെ ഭാഗത്തേക്ക് മണ്ണിടിഞ്ഞ് വീണെങ്കിൽ പോലും കഴിഞ്ഞ രാത്രിയിൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ രാത്രികാല യാത്രയ്ക്ക് ജില്ലയിൽ നിരോധനമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കുറവാണ് രാത്രികാല യാത്രകൾ ജില്ലയിലൂടെ ഉള്ളത്. ദേശീയപാതയിൽ പ്രത്യേകിച്ച് വാഹനങ്ങൾ തീരെയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായെന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഗതാഗതം ഇപ്പോൾ ഭാഗികമായി ഈ വഴി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. രാവിലെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഈ മണ്ണിടിഞ്ഞ പ്രദേശത്ത് താഴ്ഭാഗത്തൊക്കെയായി ലയങ്ങളൊക്കെ ഉണ്ട്. ആളുകളൊക്കെ താമസിക്കുന്ന പ്രദേശമുണ്ട്. എന്തായാലും ഇവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്ന നടപടികളാണ് റവന്യൂ വകുപ്പ് സ്വീകരിക്കുന്നത്, ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത്. ഈ ഗതാഗതമൊക്കെ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? രാത്രികാല യാത്രകൾക്ക് ജില്ലയിൽ നിരോധനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ അപകടം നടന്ന സമയത്ത് ഇതുവഴി വാഹനങ്ങളില്ലായിരുന്നു. അത് വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചു, ഒഴിവായി തന്നെ പറയാം. അപ്പം രാവിലെ ഈ പ്രദേശത്തേക്ക് പ്രത്യേകിച്ചും മൂന്നാർ മേഖലയിലേക്കൊക്കെ ധാരാളം വാഹനങ്ങൾ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ രാവിലെ വരെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ഇപ്പോൾ ഭാഗികമായി ഈ പാതയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, പ്രിൻസ് B. ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. തൊഴിലവസരങ്ങൾക്കും കുടിയേറ്റം തടയാനുള്ള നടപടികൾക്കും ഊന്നൽ നൽകുന്നതാകും പ്രകടന പത്രിക. പ്രചാരണത്തിനായി നാളെ രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെത്തും. തേജസ്വി യാദവിനൊപ്പം സംയുക്ത റാലിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. രാകേഷ് വിവരങ്ങളുമായി ചേർന്നു. രാകേഷ്, എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചേ മതിയാകൂ എന്ന് ഉറച്ച നിലപാടിലാണ് മഹാസഖ്യമുള്ളെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം പ്രകടന പത്രികയിൽ? ഭവ്യ, ജംഗിൾ രാജ് എന്ന ആക്ഷേപമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം RJDക്കെതിരെ ഉയർത്തുന്നത്. അതായത് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ മഹാസഖ്യ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ബീഹാറിൽ ജംഗിൾ രാജ് തിരിച്ചെത്തും എന്ന് യോഗങ്ങളിൽ നേതാക്കൾ ആരോപിച്ചിരുന്നു. സ്വാഭാവികമായും ഈ ജംഗിൾ രാജിന് മറുപടി പ്രകടന പത്രികയിൽ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ നിതീഷ് കുമാറിന്റെ സർക്കാരിന്റെ കാലത്ത് ബീഹാറിൽ ഉണ്ടായിട്ട് ക്രമസമാധാന പാലത്തിലെ പ്രശ്നങ്ങൾ, അതിൽ ക്രമസമാധാന നിരവധി കേസുകൾ, ക്രിമിനൽ കേസുകൾ അടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട് സംസ്ഥാനത്ത് മെച്ചപ്പെട്ട ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുക, അതിന് ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക. മറ്റൊന്ന്, യുവാക്കൾക്കും ഒപ്പം തന്നെ സ്ത്രീകൾക്കും പരിഗണന പ്രകടന പത്രികയിൽ ഉണ്ടാകും. കാരണം രാഹുൽ ഗാന്ധി നയിച്ച വോട്ടവകാശ യാത്രയിലടക്കം തന്നെ വലിയ സ്വീകാര്യത, അല്ലെങ്കിൽ ആ യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ എത്തിയത് യുവാക്കളായിരുന്നു. അപ്പോൾ യുവാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ പ്രകടന പത്രികയിൽ ഇടം പിടിക്കും. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ ബീഹാറിൽ രൂക്ഷമാണ്. അപ്പോൾ യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്നൊരു പ്രഖ്യാപനം സ്വാഭാവികമായും ഈ പ്രകടന പത്രികയിൽ ഉണ്ടാകും. കൂടാതെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള നടപടികൾ ഇതിനോടകം തന്നെ NDA സർക്കാർ നടപ്പാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 10,000 രൂപ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള 10,000 രൂപ അക്കൗണ്ടിലെത്തുന്ന പദ്ധതിക്ക് അടുത്തിടെയാണ് സർക്കാർ തുടക്കം കുറിച്ചത്. അതിന് മറുപടി എന്നോണം സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള നടപടികൾ സ്വാഭാവികമായും പ്രകടന പത്രികയിൽ ഉണ്ടാകും. അടുത്തിടെ തേജസ്വി യാദവും ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ജീവിക വർക്കർമാരുടെ മാസ ശമ്പളം 30,000 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്ന പ്രഖ്യാപനമൊക്കെ തന്നെ തേജസ്വി നടത്തിയിരുന്നു. അപ്പോൾ തേജസ്വി അടുത്തിടെ നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ കൂടി പ്രകടന പത്രികയിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്ന് പട്നയിലാണ്
പ്രകടന പത്രിക പ്രഖ്യാപിക്കാനിരിക്കുന്നത്. മാത്രവുമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആദ്യഘട്ടത്തിന് ഇനി 9 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കൾ ഇപ്പോൾ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. വോട്ടവകാശ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇതുവരെ എത്തിയത് ഒരു തവണ മാത്രമാണ്. പ്രത്യേകിച്ച് ബീഹാറിൽ നടന്ന പട്നയിൽ നടന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ കഴിഞ്ഞ 24-ാം തീയതിയാണ് രാഹുൽ ഗാന്ധി അവസാനമായി പങ്കെടുത്തത്. അതിനുശേഷം അദ്ദേഹം ബീഹാറിൽ എത്തിയിട്ടില്ല. സ്വാഭാവികമായും രാഹുൽ എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. കോൺഗ്രസിലടക്കം നേതാക്കൾ ഇക്കാര്യം ചോദിക്കുന്നുമുണ്ട്. രാഹുൽ ഗാന്ധി ഏതായാലും നാളെ സംസ്ഥാനത്തെത്തുകയാണ്. 2 റാലികളിൽ രാഹുൽ ഗാന്ധി നാളെ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് മുസഫർപൂരിലും രണ്ടാമത് ദർബാംഗയിലുമാണ് അദ്ദേഹം വോട്ട് തേടുക. തേജസ്വി യാദവിനൊപ്പമാണ് രാഹുൽ ഗാന്ധി റാലിയിൽ പങ്കെടുക്കുക. ഇന്ന് പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാനത്തുണ്ട്. അങ്ങനെ ഏതായാലും നേതാക്കൾ പ്രചാര രംഗത്ത് സജീവമാകുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ബെഗുസാരായിലടക്കം റാലിയിൽ പങ്കെടുത്തതാണ്. 30-ാം തീയതി വീണ്ടും സംസ്ഥാനത്ത് മോദി എത്തുകയാണ്. പ്രധാനമന്ത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ഏതായാലും NDAയുടെ പ്രചാരണം ചൂടുപിടിക്കുന്നത്. PR രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീ വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ച CPI. കടുത്ത നടപടികളിൽ നിന്ന് CPIയെ തടയാൻ പരിശ്രമിക്കുകയാണ് ഇടതു നേതൃത്വം. നവംബർ 4-ന് CPIയുടെ സംസ്ഥാന കൗൺസിൽ ചേരുന്നതിന് മുൻപ് ഇടതുമുന്നണി യോഗം ചേർന്ന് പ്രശ്നപരിഹാരത്തിനാകും ശ്രമം. ഇതിനിടെ വിവാദങ്ങളെ തള്ളുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. പാഠ്യപദ്ധതി മാറ്റേണ്ടി വരില്ലെന്നും തെറ്റായ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. സങ്കുചിത താൽപര്യങ്ങൾക്ക് മുന്നിൽ വിദ്യാഭ്യാസ നയം അടിയറവ് വയ്ക്കില്ലെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. PV അരുൺ നൽകും വിവരങ്ങൾ. അരുൺ, വിദ്യാഭ്യാസ മന്ത്രി ഈ വിവാദങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് ഇന്ന് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ലേഖനം എഴുതിയത് നമ്മൾ കണ്ടതാണ്. അതിൽ പ്രധാനമായും പറയുന്നത് വിദ്യാഭ്യാസ നയം അടിയറവ് വെക്കില്ല എന്നാണ്. സങ്കുചിത താൽപര്യങ്ങൾക്ക് വഴങ്ങില്ല എന്നും അദ്ദേഹം പറയുന്നു. ഈ വിശദീകരണം അത് സ്വാഭാവികമായും CPIക്കുള്ളൊരു മറുപടിയാണ്. ഇതെങ്ങനെ പരിഹരിക്കും ഇനി? CPIക്കുള്ള മറുപടി മാത്രമേ കാണാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ V ശിവൻകുട്ടി പറയുന്ന നിലപാടുകൾ തുടർച്ചയാണ്. പക്ഷേ ഈ നിലപാട് പറഞ്ഞതുകൊണ്ട് മാത്രം മുന്നണിയിലെ പ്രതിസന്ധി ഇപ്പോൾ അവസാനിക്കില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI കടുത്ത നിലപാടിൽ തന്നെയാണ്. കടുത്ത നിലപാട് പറയുമ്പോൾ ഒരുപക്ഷെ അത് സർക്കാരിന്റെയും മുന്നണിയുടെയും ഒക്കെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിസന്ധിയായി വളരുകയാണ്. ഇന്നലെ 4 മന്ത്രിമാർ ഒപ്പിട്ട ഒരു കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണവുമായാണ്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും തങ്ങൾ എന്താണ് ഈ PMCയുമായി ബന്ധപ്പെട്ട നിലപാടെന്ന് K രാജൻ ചോദിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ മറുപടി പറഞ്ഞില്ല. അത് തൊട്ടു പിന്നാലെ കരാറിൽ ഒപ്പിടുകയായിരുന്നു. 2 മന്ത്രിസഭാ യോഗങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അന്ന് PMCയുമായി മുന്നോട്ട് പോകാനല്ല, അതിൽ കൂടുതൽ ആലോചനകൾക്കും നിയമോപദേശത്തിനും ഒക്കെയാണ് തീരുമാനിച്ചത്. അങ്ങനെയുള്ള തീരുമാനിച്ച ശേഷം മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളെ മറികടന്നുകൊണ്ട് മന്ത്രിമാരെ ഇരുട്ടു നിർത്തിക്കൊണ്ട് ഇത്തരം കരാർ ഒപ്പിട്ടത് ഗുരുതരമായ വിശ്വാസ ലംഘനമാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ആ കത്തിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ അത് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തകർന്നു എന്ന നിലയിലുള്ള ആരോപണങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അത്തരം വ്യാഖ്യാനങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അത് ഒരുപക്ഷെ മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറും. ഈ മന്ത്രിമാരുടെ കത്ത് ഒരു ഔദ്യോഗിക രേഖയായി മാറിയ മുഖ്യമന്ത്രിക്ക് 4 മന്ത്രിമാർ ഘടകകക്ഷിയിലെ 4 മന്ത്രിമാർ ഒപ്പിട്ട് നൽകിയ കത്താണ്. അതൊരു രേഖയായി മാറിയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ കൊണ്ടുപോകും. ആ സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. CPI നിലപാട് ഉറച്ചു നിന്നാൽ ഒരുപക്ഷെ അവർ അത്തരം നീക്കങ്ങളും നടത്തിയേക്കാം. ഇത് രേഖാമൂലം ഇത് ഒരു പരാതിയായി വരുമ്പോൾ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുന്ന ഒന്നായി മാറും. അതുകൊണ്ടാണ് CPI അനുനയിപ്പിക്കാൻ CPM ശ്രമങ്ങൾ ശക്തമാക്കുന്നത്. 4-ാം തീയതിയാണ് CPIയുടെ സംസ്ഥാന കൗൺസിലിന്റെ അനുമതിയില്ലാതെ ഈ വിഷയത്തിൽ 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകരുത് എന്ന ഉറപ്പാണ് ബിനോയ് വിശ്വത്തിൽ നിന്ന് CPI സംസ്ഥാന കൗൺസിൽ വാങ്ങിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സംസ്ഥാന കൗൺസിൽ വളരെ നിർണായകമാണ്. അതിനു മുമ്പ് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ്. ഈ PMC പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന ഒറ്റ വ്യവസ്ഥ മാത്രമാണ് ഇപ്പോൾ CPI മുന്നോട്ട് വയ്ക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് ഫോർമുലകളൊന്നും CPI അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്ന സാഹചര്യമാണുള്ളത്. 4-ാം തീയതിക്ക് മുമ്പ് ഇടതുമുന്നണി യോഗം ചേർന്ന് ഇതിൽ ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അതാണ് സാഹചര്യം. എന്തായാലും PM ശ്രീ വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. കടുത്ത നടപടികളിൽ നിന്ന് CPIയെ തടയാൻ പരിശ്രമിക്കുകയാണ് ഇടതു നേതൃത്വം. അത് എത്ര വേഗത്തിൽ സാധിക്കും എന്നതിലാണ് പ്രധാനപ്പെട്ട സംശയം. നവംബർ 4-ന് CPIയുടെ സംസ്ഥാന കൗൺസിൽ ചേരുന്നതിന് മുൻപ് ഇടതുമുന്നണി യോഗം ചേർന്ന് പ്രശ്നപരിഹാരത്തിനാകും ഇപ്പോൾ ശ്രമം നടക്കുന്നത്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 9 മണി വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ന്യൂസ് ട്രെൻഡ്സ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.